പരിശുദ്ധ വത്തിക്കാനിൽ നിന്നുള്ള ചില ഔദ്യോഗിക വിശേഷങ്ങൾ വന്നിട്ടുണ്ട്. ഈ വലിയ മരക്കുരിശ് കൊണ്ട് പിടിച്ചു നിൽക്കുന്ന ആളെ കണ്ടോ? നമ്മുടെ പാമ്പ്ലാനി പിതാവ് തന്നെ, നമ്മുടെ പാമ്പ്ലാനി പിതാവ്. അപ്പോൾ അവിടെ ചെന്നാൽ ചെറിയ കുരിശ് മാത്രമല്ല വലിയ കുരിശും ചുമക്കാൻ അറിയാം. പിന്നെ ഒപ്പം നിൽക്കുന്നത് നമ്മുടെ റാഫേൽ പിതാവാണ്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ജൂബിലി തീർത്ഥാടനം നയിച്ചുകൊണ്ടുള്ള നിൽപ്പാണ് നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ. അപ്പോൾ അതിനും അറിയാം. അടുത്തത് കുർബാന. അതും അൾത്താര അഭിമുഖ കുർബാന. ജനാഭിമുഖമെന്നോ ജനമെന്നോ പോലും അവിടെ വാ തുറക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്കറിയാം അൾത്താര അഭിമുഖമായി കുർബാന അർപ്പിക്കാൻ. ഇനി വിശ്വാസികൾ വ്യക്തമായി കേട്ടുകൊള്ളണം. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ മേജർ ആർച്ച് ബിഷപ്പ് പരിശുദ്ധ കുർബാന അർപ്പിച്ചു, സന്ദേശം നൽകി. ആർച്ച് ബിഷപ്പ് ജോസഫ് പാമ്പ്ലാനി, ബിഷപ്പ് മാർ സ്റ്റീഫൻ ചെറുപ്പണത്ത് എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. സീറോ മലബാർ സഭയുടെ സമ്പന്നമായ ആരാധനാക്രമം ആത്മീയ പാരമ്പര്യത്തിൽ ശക്തമായ ഒരു സാക്ഷ്യമായി അങ്ങനെ മാറി എന്നാണ് മീഡിയ കമ്മീഷൻ പറയുന്നത്. ഈ വിശുദ്ധ കുർബാന അർപ്പണം, അതെ, അങ്ങനെ തന്നെയാണ് തട്ടിൽ പിതാവും പാമ്പ്ലാനിയും കുർബാന അർപ്പിക്കേണ്ടത്. അത് അവിടെ വത്തിക്കാനിൽ മാത്രമല്ല, കേരളത്തിൽ ഏറനാളത്ത് അതിരൂപതയിലും ഒക്കെ അർപ്പിക്കേണ്ടത്, ചെയ്യേണ്ട കുർബാന ഇത് തന്നെയാണെന്ന് ഓർമ്മയാണ്. യൂറോപ്പിലെ സീറോ മലബാർ അപ്പസ്തോലിക് വിസിറ്റേഷന്റെ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ ജൂബിലി തീർത്ഥാടനത്തിന് നേതൃത്വം നൽകിയത്. അതും പരിശുദ്ധ സിംഹാസനം ആവശ്യപ്പെട്ടതനുസരിച്ചാണ്. ഇവർക്ക് ഇതൊക്കെ ചെയ്യാമോ എന്ന് പരിശുദ്ധ സിംഹാസനത്തിന് ബോധ്യമാകണ്ടേ? അപ്പസ്തോലിക് വിസിറ്റേറ്റർ ബിഷപ്പ് മാർ സ്റ്റീഫൻ ചെറുപ്പണത്തും വൈദികരും സമർപ്പിതരും ഒക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഈ തീർത്ഥാടനത്തിൽ ആർച്ച് ബിഷപ്പിന്റെയും ആർച്ച് ബിഷപ്പിനെ അനുഗമിച്ചു കൊണ്ടുള്ള നമ്മുടെ മാർ പാമ്പ്ലാനിയുടെയും ഒക്കെ ഈ കുർബാന അർപ്പണവും ജൂബിലി ആഘോഷങ്ങളും പ്രത്യേക പ്രാർത്ഥനയും. വിശുദ്ധ പത്രോസിന്റെ സിംഹാസനത്തോടുള്ള സഭാത്മക ഐക്യത്തിന്റെ പ്രകാശനമായിരുന്നു തീർത്ഥാടനമെന്നും ഇതേ ഐക്യമാണ് എറണാകുളത്തെ അതിരൂപതയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടാകേണ്ട ആ ഐക്യമെന്നും ഈ രണ്ട് പിതാക്കന്മാരും മനസ്സിലാക്കണം. ഇപ്പോൾ വത്തിക്കാനിൽ ചെന്ന ത്യാഗത്തെയും ഐക്യത്തെയും കുറിച്ച് വാതോരാതെ വിവരിക്കുകയാണ് ഇരുവരും. ആഴമേറിയ പ്രാർത്ഥനാഭാവത്തോടു കൂടി മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ വിശുദ്ധ കവാടത്തിലൂടെ പ്രവേശിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. സീറോ മലബാർ വിശ്വാസികൾക്കായി ദൈവത്തിന്റെ സമൃദ്ധമായ കരുണയിലും കൃപയിലും അദ്ദേഹം അപേക്ഷിച്ചത്രേ. ആത്മീയ നവീകരണത്തിന്റെയും പ്രത്യാശയുടെയും പ്രതീകമായ തീർത്ഥാടനം ജൂബിലി വർഷത്തിലെ അവിസ്മരണീയ നിമിഷമാക്കി മാറ്റിയത്രേ. ഇതുതന്നെയാണ് നന്ദിയുടെയും ആരാധനയുടെയും സുവിശേഷ ദൗത്യത്തോടുള്ള പ്രതിബദ്ധതയുടെയും ഒക്കെ ദൗത്യം, വിശ്വാസികളെ ഒരുമിപ്പിച്ച മഹത്തായൊരു ദൗത്യം വത്തിക്കാനിൽ നടന്നത്. ഈ ജൂബിലി തീർത്ഥാടനം, അതെ, അതങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. വത്തിക്കാനിൽ അത് അവസാനിപ്പിക്കരുത് എന്നൊരു പ്രാർത്ഥനയുണ്ട്. അത് അവിടെ കളഞ്ഞിട്ട് വരരുത്. ഇവിടെ വരുമ്പോഴും ഇത്തരം ഐക്യം, അനുസരണം, ആത്മീയത, കുർബാന അർപ്പണ, അതും വിശുദ്ധ കുർബാന, അൾത്താര അഭിമുഖ കുർബാന, അതൊക്കെ തന്നെയാണ് വേണ്ടത്. അല്ലാതെ സമവായമെന്നോ ജനാഭിമുഖമോ എന്ന് പറഞ്ഞുകൊണ്ട് തിരികെ കേരളത്തിലേക്ക് വരാൻ ശ്രമിക്കരുത്. വിശ്വാസികൾ അനുവദിക്കില്ലെന്നത്